ഹലോ ഗൈസ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എങ്ങനെയാണ് കോഴിക്ക് വസന്തരോഗത്തിനുള്ള വാക്സിനേഷൻ നൽകുന്നത്. നാടൻ കോഴി അല്ലെങ്കിൽ ഏത് കോഴി നമുക്ക് വാക്സിനേഷൻ ചെയ്യണം. ഈ വാക്സിൻ്റെ പേര് R2B എന്നാണ്. R2B സ്ട്രെയിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വാക്സിൻ 2 കുപ്പികളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു കുപ്പി ഈ ബോട്ടിൽ ചില്ല് കുപ്പിയിൽ R2B സ്ട്രെയിൻ എന്ന് പറയും. രണ്ടാമത്തേത് സ്റ്റെറൈൽ ഡൈലൂട്ടൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ടും കൂടി നമുക്കൊരു ഏകദേശം 100 കോഴിക്ക് വരെ ഇഞ്ചക്ഷൻ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ 2 മരുന്നുകൾ R2B സ്ട്രെയിനും ഡൈലൂട്ടൻറ്റും വേണം. പിന്നെ ഒരു സിറിഞ്ച്, അതുപോലെ തന്നെ ഐസ് വാട്ടർ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡൈലൂട്ടൻറ്റെന്ന് വെച്ചാൽ ഡൈലൂട്ടൻ്റ് വെള്ളമാണ്, റെഡ് കളറിലുള്ള ലിക്വിഡാണ്. ഈ ലിക്വിഡ് നമുക്ക് നമ്മുടെ സിറിഞ്ച് വെച്ച് ലിക്വിഡ് കുറച്ചതിൽ നിന്ന് വലിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ ചില്ലുകുപ്പിയിലുള്ള ബോട്ടിൽ പൊടിയാണ് ഇത് വാക്സിൻ. അപ്പോൾ ആ വാക്സിൻ പൊടിയിലോട്ട് ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് കുലുക്കി യോജിപ്പിക്കുക. നല്ലോണം രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണ് ആ വിഷ്വലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിക്വിഡ് സിറിഞ്ച് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് വലിച്ചെടുക്കുക. അതിന് ശേഷം ചില്ലുകുപ്പിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം കുലുക്കി യോജിപ്പിക്കുക. അതിന് ശേഷം വീണ്ടും ചില്ലുകുപ്പിയിൽ നിന്ന് അത് സിറിഞ്ച് ഉപയോഗിച്ച് വലിച്ചെടുത്തതിന് ശേഷം വീണ്ടും മറ്റേ വലിയ കുപ്പിയിലെ ഡൈലൂട്ടൻറ്റിലോട്ട് ഒഴിക്കുക. വീണ്ടും അങ്ങനെ ഒരു 1-2 പ്രാവശ്യം ഈ പ്രൊസീജിയർ ചെയ്യത് ഇതായാലും അവസാനം ഫുൾ ലിക്വിഡും ഇപ്പോൾ ലിക്വിഡ് ഫോമിലോട്ട് ആഡ് ഉണ്ടാവും നമ്മുടെ വാക്സിൻ മൊത്തം. അത് ഡൈലൂട്ടൻറ്റിൻ്റെ വലിയ കുപ്പിയിലോട്ട് വെക്കുക ചെയ്യുക. ഇനി വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, വാക്സിനേഷൻ ചെയ്യുന്നതിന് മുന്നേ 2 ആഴ്ച മുമ്പ് എങ്കിലും നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുത്ത് ഡീവോമിങ് ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 2.5 മാസത്തിന് കൂടുതൽ പ്രായമുള്ള കോഴികൾക്കാണ് നമ്മൾ R2B വാക്സിൻ ചെയ്യുന്നത്. ഇതൊരു നാടൻ കോഴിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു 3-3.5 മാസം, കാരണം വെയിറ്റ് കുറവായിരിക്കും. ആ വെയിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ 3 മാസത്തിന് ശേഷം ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും വാക്സിനേഷൻ നൽകുന്നത് ഒരു നവംബർ അവസാനം ഒക്ടോബർ-നവംബർ മാസത്തിലാണ് മഞ്ഞ് തുടങ്ങുന്ന സമയത്തായിരിക്കണം കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് വാക്സിനേഷൻ്റെ സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവർക്ക് വാക്സിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ, അതായത് 1-2 ആഴ്ചക്ക് മുന്നേ ഇവർക്ക് ആർക്കും തൂങ്ങലോ വേറെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ വാക്സിനേഷൻ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ കോഴികളുടെ ശരീരത്തിലുള്ള അണുക്കൾ ഇതായിട്ട് അവർ ചത്തുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരിക്കലും വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും രോഗം വരില്ല എന്നല്ല പറയുന്നത്. വന്നാൽ തന്നെ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റിയെടുക്കാം എന്നാണ് പറയുന്നത്. വസന്തരോഗം എന്നൊക്കെ പറയുന്നത്, ചടപടേന്ന് ചത്തുപോകുന്ന അത്തരം രോഗങ്ങൾക്കെല്ലാം എതിരെ ഉള്ളതാണ് നമ്മളുടെ R2B വാക്സിൻ. എപ്പോഴും നമ്മൾ കോഴിനെ വളർത്തുമ്പോൾ വാക്സിനേഷൻ കൊടുത്ത് വളർത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്ത് അവർക്ക് മരണസംഖ്യ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഗുണം. പിന്നെ വാക്സിനേഷന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവയ്ക്ക് എപ്പോഴും നമ്മുടെ ന്യൂറോബാൻഡ് പോലുള്ള ഏതെങ്കിലും വൈറ്റമിൻസ് നമ്മൾ കൊടുത്ത് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നല്ല ഭക്ഷണം കൊടുക്കുക, എല്ലാം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് നമ്മൾ മിക്സിങ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ വീഡിയോ ആണ്. സോ മിക്സിങ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്തേക്കുന്ന വാക്സിൻ നമ്മൾ ഐസ് നിറച്ചിട്ട വെള്ളത്തിലാണ് ഇറക്കി വെക്കേണ്ടത്. കാരണം മിക്സ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ മാത്രമാണ് ഈ വാക്സിന് ഇതിലെ അണുക്കൾക്ക് ജീവൻ ഉണ്ടാവുള്ളൂ. സോ അതിന് ശേഷം നമുക്ക് ചിറകിൻ്റെ അടിയിലാണ് നമ്മൾ കോഴിനെ കുത്തി വെക്കേണ്ടത്. ചിറകിൻ്റെ 2 എല്ലിൻ്റെയും ഇടയിലുള്ള പോർഷനിൽ സൂചി തൊലിയുടെ തൊലിയുടെ അടിയിലോട്ടൊന്നായാൽ മതി. അതിന് ശേഷം 0.5 ml ഒരു കോഴിക്ക് വെച്ച് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത്. ചിറക് പൊക്കിയിട്ട് ചിറകിൻ്റെ താഴെയായിട്ട് നമ്മൾ പിടിച്ചിട്ട്, ചിറകിൻ്റെ 2 എല്ലുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ വിഷ്വൽ നല്ലോണം കറക്റ്റായിട്ട് ആ 2 എല്ലിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് കുത്തി ഇറക്കിയൊന്നും വേണ്ട, ജസ്റ്റ് സൂചി ആ തൊലിയുടെ അടിയിലോട്ട് ജസ്റ്റ് വന്നാൽ മതിയാവും. എന്നിട്ട് നമ്മൾ 0.5 ml ആണ് ഒരു കോഴിക്ക് നമ്മൾ കയറ്റേണ്ടത്. ഇപ്പോൾ ഈ വിഷ്വലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ബബിൾ പോലെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ